PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും mySchool എന്ന ഈ ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും നോട്ടിഫിക്കേഷൻ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവനന്തപുരം ജില്ലയിൽ വക്കം എന്ന സ്ഥലത്ത് 1873 ഡിസംബർ 28 മുഹമ്മദ് കുഞ്ഞിനും ആഷ് ബീവിക്കും ജനിച്ച പുത്രനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയും അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും നവീകരണത്തിനു വേണ്ടിയും വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ്. ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ഐക്യ മുസ്ലിം സംഘം എന്നിവ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 1922 കൊടുങ്ങല്ലൂരിലാണ് ഐക്യ മുസ്ലിം സംഘം സ്ഥാപിച്ചത്. 1905 ജനുവരി 19 അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്ത് സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിക്കുകയുണ്ടായി. സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദൻ പിള്ളയായിരുന്നു. 1907 ഈ പത്രം തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1906 സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്നത് രാമകൃഷ്ണ പിള്ളയായിരുന്നു. 1910 സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചു. ഇദ്ദേഹം 1906 ആരംഭിച്ച മാസികയാണ് മുസ്ലിം. SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്നൊരു സംഘടനയും തുടങ്ങി. ഇദ്ദേഹത്തെ സ്വാധീനിച്ച ഈജിപ്ഷ്യൻ മാസികയാണ് അൽ മനാർ. ഇദ്ദേഹം 1918 ആരംഭിച്ച മാസികയാണ് അൽ ഇസ്ലാം. അതുപോലെ 1931 ആരംഭിച്ച മറ്റൊരു മാസികയാണ് ദീപിക. ദീപിക എന്ന മാസികയിൽ വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുകയുണ്ടായി. 1931 തന്നെയാണ് ഇസ്ലാമിയ പബ്ലിക് ഹൗസ് സ്ഥാപിച്ചത്. ഐക്യ മുസ്ലിം സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വക്കം മൗലവി ആയിരുന്നു. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്നതായിരുന്നു ഐക്യ മുസ്ലിം സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. വക്കം അബ്ദുൽ ഖാദർ മൗലവി രചിച്ച 2 ഗ്രന്ഥങ്ങളാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ദൗ ഉസബാഹ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് നബിമാർ, ഖുർആൻ വ്യാഖ്യാനം എന്നിവ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വളരെ പ്രശസ്തമായ ഒരു വാചകമാണ് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന് എന്നത്. പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നതിനും മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചതിനോടൊപ്പം തന്നെ അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിച്ച നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1932 ഒക്ടോബർ 31 ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുന്നതോടൊപ്പം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്